ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുൻ ബിഗ് ബോസ് താരമായിരുന്നു അബി. കഴിഞ്ഞ ദിവസം അവരുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് കാണാം. ചേട്ടൻ്റെ കാല് പോലെയാണോ കുഞ്ഞിന്റെ കാല് ഒന്നും തോന്നരുത്. ഞാൻ സീരിയസ്ലി പറയാം ബേസ്, ഇതിപ്പോ തമാശയായിട്ട് ഒന്നും പറയുന്നതല്ല ബേസ്, ഇത് ഞാൻ സീരിയസ്ലി 100% സീരിയസ്ലി ഞാൻ പറയുന്ന കാര്യമാണ്. ആ ഡൗട്ട് ഇപ്പൊ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സീരിയസ്ലി ഇത് ഇവക്കറിയാം, ഇവക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയാം, ഇങ്ങനെ പറയാം, എല്ലാ ലിംഗത്തിൽ ഒരു മറുകുണ്ട്, ഒരു ബ്ലാക്ക് മറുക്, ചെറിയ ബ്ലാക്ക് മറുക്. അത് ഈ ചെറുക്കന് കറക്റ്റായിട്ട് ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു ആലോചിച്ച് നോക്ക് ശ്രീകുട്ടി, ഇതൊക്കെ എങ്ങനെ ഒരു കമന്റിനുള്ള റിപ്ലൈ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് സ്വകാര്യ ഭാഗത്തെ പറ്റി പോലും കമ്പയർ ചെയ്ത് എത്രത്തോളം മോശമായ രീതിയിലാണ് ഇവർ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ആ കമന്റ് എന്ന് പറയുന്നത് ചേട്ടനെ പോലെ തന്നെ ഡിസേബിലിറ്റി ആ കുഞ്ഞിനും ഉണ്ടോ, ചോദിക്കുന്നുണ്ടോന്നും തോന്നരുത് എന്നാണ് ആ കമന്റ്. ആണ് അവർ ഇത്തരത്തിൽ മറുപടി കൊടുത്തിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്ന ഒന്നില്ലേ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ വീഡിയോ മുൻപ് മുതൽ കാണുന്നവരായിരിക്കാം. ശരിക്കും അവർ അറിയാൻ വേണ്ടി റിയൽ ആയിട്ട് ചോദിച്ചതായിരിക്കും. ഡിസേബിലിറ്റി ഉള്ള ആളാണ് അബി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അയാൾ എത്രത്തോളം മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെന്നൊക്കെ ഇവർ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ നിൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏതൊരു മാതാപിതാക്കൾക്കും അത് കേൾക്കാൻ ഒരു വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യം തന്നെയാണ്. ബട്ട് അതിന് ഇത്തരത്തിലെല്ലാം മറുപടി നൽകേണ്ടിയിരുന്നത്. എത്രയോ നല്ല രീതിയിൽ മറുപടി നൽകാമായിരുന്നു. ഇത്രയും രോഷം കൊണ്ട് സംസാരിക്കാൻ ആ കമൻ്റ് ഇട്ടയാൾ മോശം വർത്താനമോ അല്ലെങ്കിൽ അസഭ്യ വർത്താനമോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അഥവാ നിങ്ങൾക്ക് ഈ കമൻ്റ് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ, നിങ്ങൾക്ക് വേദന ഉണ്ടാക്കി എങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മറുപടി നൽകാമായിരുന്നു. ഇനി ഇങ്ങനത്തെ കമൻ്റ് ഇടരുത്, ഞങ്ങൾക്കത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കി, ഞങ്ങളിതിന് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്കത് ഒഴിവാക്കാമായിരുന്നു. നിങ്ങൾ ഈ കമൻറ്റിനോട് പ്രതികരിച്ച രീതി അത് വളരെയധികം മോശമായിപ്പോയി. ആ കുഞ്ഞ് പുറകിൽ കട്ടിലിൽ കിടപ്പുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഇങ്ങനത്തെ ഭാഷ ഉപയോഗിച്ചത് വളരെയധികം മോശമായിപ്പോയി. നമ്മൾക്കൊരു ക്വാളിറ്റി എന്ന് പറയുന്ന സാധനമുണ്ട്. നിങ്ങളിടുന്ന നല്ല വീഡിയോസ് കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ നിങ്ങളുടെ ചാനൽ സബ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അബിക്ക് ഡിസേബിലിറ്റി ഉള്ള ആളാണ്. ബട്ട് അബിയുടെ ഡാൻസ് കണ്ടാലോ അല്ലെങ്കിൽ ബിഗ് ബോസിലെ പെർഫോമൻസ് കണ്ടാലോ ഓരോ എപ്പിസോഡ് കാണുമ്പോഴും അങ്ങനെ ഡിസേബിലിറ്റി ഉള്ള ആളാണെന്ന് നമുക്ക് തോന്നിയേയില്ല. നോർമൽ ആയിട്ടുള്ള ഒരാളിനേക്കാളും എത്രയോ ആക്റ്റീവായിട്ടാണ് അബി ഓരോ എപ്പിസോഡിലും ഉണ്ടായിരുന്നത്. സോഷ്യൽ മീഡിയ ആണ്, ഇവിടെ പോസിറ്റീവ് കമൻസും നെഗറ്റീവ് കമൻസും വരും. നിങ്ങൾക്കത് അറിയുകയും ചെയ്യാം. അതുകൊണ്ടൊക്കെ തന്നെ ഈ കമൻസിന് നിങ്ങൾ മറുപടി കൊടുത്ത രീതി അത് വളരെയധികം മോശമായിപ്പോയി. പക്ഷെ 1 വർഷം മുമ്പും കുഞ്ഞിന് വേണ്ടി വെയിറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞ് ഇവർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനു കൂടുതൽ പറയുന്നു, ഇവരുടെ പ്രഗ്നൻസി റിവീൽ വീഡിയോ കണ്ടവർക്കറിയാം. അതായത് കരഞ്ഞുകൊണ്ടൊക്കെ. ആ വീഡിയോ ഞാനിവിടെ വയ്ക്കാം. ആണെങ്കിലും എന്തെങ്കിലും വന്നാലും പുള്ളിയാൻ ഹാൻഡിൽ ചെയ്യും. പക്ഷെ നമ്മളൊക്കെയൊക്കെ ചെറിയ പറയുമല്ലോ, അപ്പം അത് നമുക്ക് വിഷമം. എനിക്ക് എന്തോ പറയണ്ടെന്ന് അറിയത്തില്ല. ഒരുപാട് സന്തോഷമായി. വീട്ടിൽ എല്ലാവരും ഹാപ്പി ആവട്ടെ, എല്ലാവരും ഹാപ്പി. നമ്മളേലും അവരായിരുന്നു എപ്പോഴും അമ്മമാരുണ്ട് ഒരു വിഷമം പറയുന്നത്. എന്നിട്ട് ഇപ്പോൾ പറയുകയാണ് ഇവർ കുഞ്ഞിന് വേണ്ടി ശ്രമിച്ചിരുന്നില്ല, ബിഗ് ബോസിൽ പോകുന്നതിന് തൊട്ട് മുമ്പാണ് ട്രീറ്റ്മെൻറ്റ് എടുത്തത് എന്നൊക്കെ. ഇവരിട്ട ആ പ്രഗ്നൻസി റിവീൽ വീഡിയോയുടെ ക്യാപ്ഷൻ തന്നെ 7 വർഷത്തെ കാത്തിരിപ്പെന്നാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ മാറ്റി പറയുന്നതെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം.